പി ശശിക്കെതിരെ അൻവർ CPM-ന് നൽകിയ പരാതി പുറത്ത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ PV അൻവർ CPM-ന് നൽകിയ പരാതി അദ്ദേഹം പുറത്തുവിട്ടു. ഗുരുതരമായ ആരോപണങ്ങളാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ പരാതിയിൽ അൻവർ ഉന്നയിക്കുന്നത്. വൻ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിന്റെ ഇടനിലക്കാരനാണ് ശശിയെന്നും അതുവഴി പണമുണ്ടാക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാനെത്തുന്ന സ്ത്രീകളെ ശശി ശല്യപ്പെടുത്തുകയാണെന്നും അൻവറിന്റെ പരാതിയിലുണ്ട്. മുഖ്യമന്ത്രിയും പാർട്ടിയും പറഞ്ഞതല്ലാതെ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് പി ശശിയുടെ മറുപടി. പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് 13 പേജുള്ള പരാതിയിൽ PV അൻവർ അക്കമിട്ട് നിരത്തുന്നത്. സാമ്പത്തിക തർക്കത്തിലെ മധ്യസ്ഥനെന്ന് പി ശശിയെ അൻവർ വിശേഷിപ്പിക്കുന്നു. വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ ഇടപെട്ട് പി ശശി ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി എത്തുന്ന സ്ത്രീകളെ ഫോൺ നമ്പർ വാങ്ങിവെച്ച് പിന്നീട് ശല്യപ്പെടുത്തുന്ന സംഭവങ്ങൾ തനിക്കറിയാമെന്നും PV അൻവർ. സ്വർണ്ണക്കടത്തിന്റെ പങ്ക് പി ശശിക്കും ലഭിച്ചുവെന്നാണ് നാട്ടുവർത്തമാനം. സോളാർ കേസിലെ ഇടപെടൽ, ഷാജൻ സ്കറിയ കേസ്, സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് തുടങ്ങി 8 ആരോപണങ്ങൾ PV അൻവർ എണ്ണി പറയുന്നുണ്ട്. ക്രിമിനലുകൾക്കൊപ്പം ചേർന്ന് പാർട്ടിയെയും സർക്കാരിനെയും പി ശശി പ്രയാസത്തിലാക്കുകയാണ്. മുഖ്യമന്ത്രിയെ കാണാനെത്തുന്ന ജനപ്രതിനിധികളെ മടക്കിവിടുന്നത് പി ശശിയുടെ നിഗൂഢമായ അജണ്ടയാണെന്നും അൻവർ ആരോപിക്കുന്നു. എന്നാൽ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും പറഞ്ഞതിലപ്പുറം പറയാനില്ലെന്നാണ് പി ശശിയുടെ മറുപടി. ഗുരുതരമായാലും പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. പ്ലാൻ ചെയ്യുന്നതിന് കാരണം ഗൂഢാലോചന നടക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി പറയുന്ന ഗൂഢാലോചന ഉണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ശശികണ്ഠനെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ? പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. ശരി. പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ PV അൻവർ എഴുതി നൽകിയില്ല എന്നായിരുന്നു CPIM നേതാക്കളുടെ വാദം. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ മാസം 13-ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ പരാതി PV അൻവർ പുറത്തുവിട്ടത്. 24 മലപ്പുറം.